അവിടെ പോലീസിന്റെ വലിയ കൂട്ടമുണ്ട്. പക്ഷേ പ്രവർത്തകരെ നിയന്ത്രിക്കാൻ അത് മതിയാകുമോ എന്നത് അറിയില്ല. എന്തായാലും MLA ഓഫീസിന് മുന്നിൽ വരെ പ്രവർത്തകർ എത്തിയിരിക്കുന്നു. അവിടെ വ്യാപക പ്രതിഷേധം, വലിയ രീതിയിൽ പ്രതിഷേധം ഉയർത്തുകയാണ് SFI പ്രവർത്തകർ. അവർ ഓഫീസിലെ ഗേറ്റിന് മുന്നിൽ വരെ എത്തിയിരിക്കുന്നു. ഗേറ്റ് മറികടക്കാനുള്ള ശ്രമം നടത്തുന്നു. പോലീസുമായി വലിയ തോതിൽ ഉന്തും തള്ളും സംഭവിക്കുന്നു അവിടെ. പ്രവർത്തകരെ നിയന്ത്രിക്കാൻ നേതാക്കൾ ശ്രമിക്കുകയാണ്. SFI സംസ്ഥാന സെക്രട്ടറി സഞ്ജീവിനെ ഉൾപ്പെടെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. പ്രവർത്തകരോട് അവിടെ ഇരിക്കാൻ അവർ ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷേ പ്രവർത്തകരെ നിയന്ത്രിക്കാനാകുന്നില്ല. വലിയ രീതിയിൽ ഉന്തും തള്ളും ഉണ്ടാകുന്നു അവിടെ. MLA ഓഫീസിന് മുന്നിൽ വരെ പ്രവർത്തകർ എത്തിയിരിക്കുകയാണ്. നൂറുകണക്കിന് പ്രവർത്തകർ അണിനിരന്ന പ്രതിഷേധ മാർച്ചാണ്. അത് പോലീസ് ബാരിക്കേഡുകൾ ഉപയോഗിച്ച് തടഞ്ഞുവെങ്കിലും അവരെ അവിടെ തടയാൻ കഴിഞ്ഞില്ല. ബാരിക്കേഡ് മറികടന്ന് പ്രവർത്തകർ MLA ഓഫീസിന് മുന്നിൽ വരെ എത്തിയിരിക്കുന്നു. ഇപ്പോൾ പ്രവർത്തകർ അവിടെ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ്. നേതാക്കൾ ഇടപെട്ട് പ്രവർത്തകരെ അവിടെ ഇരുത്തുന്നതാണ് നമ്മൾ കാണുന്നത്. വലിയ രീതിയിൽ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുമോ എന്ന് കരുതിയിരുന്നു. പക്ഷേ എന്തായാലും നേതാക്കൾ ഇടപെട്ട് ശാന്തമാക്കുന്നു അന്തരീക്ഷം എന്നാണ് മനസ്സിലാക്കുന്നത്. അവിടെ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ് SFI പ്രവർത്തകർ ഇപ്പോൾ. ഏറ്റവും ദൗർഭാഗ്യകരമായിട്ടാണ് SFIക്ക് ഇന്ന് ഇത്തരത്തിലൊരു സമരം ഏറ്റെടുക്കേണ്ടി വന്നത്. കേരളത്തിന്റെ ചരിത്രത്തിൽ ഇതാ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു MLA പീഡനധീരനാണ് എന്ന് കഴിഞ്ഞ ആരോപണം ആദ്യഘട്ടത്തിൽ അരങ്ങേറുന്നത്. എന്തായാലും ഒരു സംഘർഷത്തിലേക്കുള്ള സാഹചര്യങ്ങൾ ഇല്ലാതാക്കിക്കൊണ്ട് നേതാക്കൾ ഇടപെട്ടിരിക്കുന്നു. അവർ പ്രവർത്തകരെ അഭിസംബോധന ചെയ്തതാണ് നമ്മൾ കാണുന്നത്. എന്തെങ്കിലും കൂടുതലായി അവിടെ സംഭവിക്കുകയാണെങ്കിൽ നമുക്കതിലേക്ക് തിരിച്ചെത്താം. എന്തായാലും പോലീസ് ബാരിക്കേഡുകൾ മറികടന്നുകൊണ്ടാണ് പ്രവർത്തകർ MLA ഓഫീസിന് മുന്നിൽ വരെ എത്തിയിരിക്കുന്നത്.